ഗൈസ്, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാന്ത ആ സോങ്ങിന്റെ ട്യൂട്ടോറിയലാണ്. സോ നിങ്ങൾ എല്ലാവരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ. ഓക്കെ, സോ ഇതിന്റെ വീഡിയോ മിറേർഡ് ആണ്. സോ ഇതിന്റെ റൈറ്റ് സൈഡ് ആണ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ഡയഗണലി ഫേസ് ചെയ്ത് വെക്കുക. രണ്ട് ഹാൻഡ്സും രണ്ട് കൈയും ഇവിടെ അരയിൽ വെക്കുക. ഇങ്ങനെ വെക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ലെഗ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക. വൺ, അതിന്റെ ബോഡി ഇങ്ങനെ ലീൻ ആയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ച് ടു. ഓക്കെ, സിമ്പിൾ. ലൈക്ക് 1 2. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെഡ് 1 2 3 4 ആ ഒരു സാധനം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ റെഡി 1 2 3 4 1 2 3 4. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സെയിം ലെഗ് സെയിം ആയിരിക്കും. അതായത് ലെഗ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം. സെയിം സ്റ്റെപ്പ്. പക്ഷെ ഹാൻഡ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ്, പിന്നെ ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ 4 5 വരാൻ കാണിക്കുക. ഓക്കെ, സോ 1 2 3 4. ഓക്കെ, സോ ഇത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ 1 2 3 4. ഓക്കെ, സോ ആദ്യം ചെയ്യുമ്പോൾ റെഡി 1 2 3 4 1 2 3 4 1 2 3 4. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞടിക്കുക വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിൽ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് 1. ഓക്കെ, 1 പിന്നെ 2 3 4. ഓക്കെ, സിമ്പിൾ അല്ലേ? സോ ബെല്ലടിച്ചു, ഇവിടെ പ്ലേസ് ചെയ്തു, നിലത്ത് വെച്ച് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഈ കൈ എന്നിട്ട് നിങ്ങൾ ബാക്കിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി വരാം. ഓക്കെ, സോ ഏറ്റവും തുടങ്ങി പാട്ട് ഇങ്ങനെ ആയിരിക്കും. കാന്ത ഞാനും വരാ ടിങ് തൃശ്ശൂർ പൂരം കാണാൻ. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇത് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലെഗ് മാത്രം നോക്കാം. ലെഗ് നമ്മുടെ കൈ എപ്പോഴും രണ്ടും ബാക്ക് തന്നെ ആയിരിക്കും. ഇനി ലെഗ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ് ലെഗിന് എടുത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ബോഡി റൈറ്റ് സൈഡിലേക്ക് ചെരിയണം. ഇനി ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് കൊണ്ടുവരാം, ബോഡി ലെഫ്റ്റിലേക്ക് ചെരിയാം. ഓക്കെ, സോ ഇത് 4 പ്രാവശ്യം ഉണ്ട്. സോ 1 2 3 4. ഓക്കെ, 4 പ്രാവശ്യം ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. റൈറ്റ് ലെഗ് 1, ലെഫ്റ്റ് ലെഗ് പിന്നെ 2. അത് ഉപ്പൂറ്റിയുമ്പോൾ നമ്മൾ നിൽക്കണം. ഓക്കെ, സോ 1 2 3 4. അപ്പൊ നമ്മുടെ ബോഡി റൈറ്റ് ലെഫ്റ്റ് ചെരിയണം. ഒപ്പം ഉപ്പൂറ്റി നിലത്ത് മുട്ടിക്കണം. ആൻഡ് നമ്മുടെ ഹാൻഡ്സ് എപ്പോഴും ബാക്കിൽ തന്നെ. സോ 1 2 3 4. ഇത്രയും കഴിഞ്ഞിട്ട് ഇവിടെ ഈ പൊസിഷനിൽ നിങ്ങൾ നിൽക്കായിരിക്കും. ഈ പൊസിഷനിൽ നിന്ന് ചെറിയൊരു ജമ്പ് കൊടുക്കണം. ചെറിയൊരു ജമ്പിന്റെ ഒപ്പം നമ്മൾ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ ക്രോസ് ചെയ്തേക്കണം. സോ ഇതിങ്ങനെ 1. ഓക്കെ, ലൈക്ക് 1. അപ്പൊ ഹാൻഡ്സ് രണ്ടും ഇങ്ങനെ പിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ, റൈറ്റ് ഹാൻഡ് ഇവിടെ. അപ്പോൾ ഇത് ടോട്ടൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ. അതായത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ വന്നു, ഇവിടെ നിന്ന് 1. ഓക്കെ, ഇനി ഇതിന്ന് ഒരു റൈറ്റ് ഹാൻഡ് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വിറപ്പിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, വിറപ്പിച്ച് കൊണ്ടുവരാം. ഓക്കെ, സോ ഏറ്റവും നമ്മൾ ഇവിടെ കാന്ത ഞാനും വരാ തൃശ്ശൂർ. അപ്പൊ ഇതൊരു ബീറ്റ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു ബീറ്റ് ആയിരിക്കും. അതായത് ഞാൻ അത് കഴിഞ്ഞിട്ട് 3 ബീറ്റ് ഉണ്ട്. 1 2 3. ഓക്കെ, 3 ബീറ്റ് വരും. 1 2 3 എന്ന് പറഞ്ഞിട്ട് 3 ബീറ്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാൻഡ് മാത്രം നോക്കാം. ഹാൻഡ് വയ്ക്ക് 1 റൈറ്റ് സൈഡിലേക്ക്, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് 2, പിന്നെ 3 നേരെ. അപ്പൊ ഈ 3യിൽ ലെഗ് റൈറ്റ് ലെഗ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഇത്ര നേരം. അത് ജസ്റ്റ് ക്രോസ് ചെയ്ത് നേരെ ആക്കാം. ഓക്കെ, സോ 1 2 3. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ 1 2 അവസാനത്തെ 2 കഴിഞ്ഞു,
ഇവിടെ നിന്ന് വിറപ്പിക്കുന്നു. 1 2 3 ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ലെഗ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരണം. അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് ചെയ്ത് ഒരു റൊട്ടേഷൻ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേഷൻ ചെയ്യണം. അതായത് എൻ്റെ ബോഡി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഓക്കെ. അതുപോലെ നമ്മുടെ ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ്സ് ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ഇരുന്നുണ്ടായേ. ഇവിടെ നിന്ന് ഇങ്ങനെ വിടർത്തി എടുക്കണം. ഇത് നമ്മുടെ വിരലുകൾ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ എടുക്കുക. സോ ടോട്ടലി ചെയ്യുമ്പോൾ 1 2 അപ്പൊ ഈ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. രണ്ടെണ്ണത്തിനുള്ളിൽ തിരിച്ച് നമ്മുടെ ബോഡി തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തണം. സോ ലൈക്ക് 1 2 ഇവിടെ എത്തി. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകണം. റൈറ്റ് സൈഡിലേക്ക് എങ്ങനെ പോവാ? നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, പിന്നെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ എടുത്ത് വെക്കുക, പിന്നെ റൈറ്റ് ലെഗ് ഇങ്ങനെ എടുത്ത് വെക്കുക. ഓക്കെ ഒന്നുകൂടി റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, പിന്നെ റൈറ്റ് ലെഗ് എടുത്തൊക്കെ അല്ല, ഒരു ജമ്പാണ്. ചെറിയ ജമ്പിൽ നമ്മൾ ലെഫ്റ്റ് ലെഗ് പൊന്തിക്കണം. ഓക്കെ. സോ റൈറ്റ് ലെഗ് എടുത്ത് വെക്കണം, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ എടുത്ത് വെക്കണം, ജമ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് പൊന്തിക്കണം. പിന്നെ ഹാൻഡ്സ് 1 2 3. ഓക്കെ. ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3. സോറി ഹാൻഡ്സ് ഇങ്ങനെയല്ല, ഹാൻഡ്സ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സോ റെഡി 1 2 3 4 1 2 3 ഹാൻഡ്സ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ അത്രയും കിട്ടിയില്ലേ? ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ നേരെ വരാം. നേരെ വന്നിട്ട് നമ്മൾ നേരത്തെ റൊട്ടേറ്റ് ലെഫ്റ്റിലേക്ക് വരുന്നില്ലേ, അതുപോലെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അത് സെയിം ഇതുപോലെ തന്നെ. ഇത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് റൈറ്റിലേക്ക് 1 2 2 റൊട്ടേഷൻ, ഐ മീൻ 2 പൊന്തിക്കൽ കാല് റൊട്ടേഷൻ. അപ്പോഴേക്കും കഴിഞ്ഞ് ഇവിടെ എത്തണം. ലൈക്ക് ദിസ്. കൈ ഇതുപോലെ തന്നെ. ഓക്കെ. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ സെയിം റൈറ്റ് സൈഡിലേക്ക് പോയ പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. നമ്മൾ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക 1, റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ജമ്പ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ റൈറ്റ് ലെഗ് പൊന്തിക്കണം. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ലെഫ്റ്റ് ലെഗ് പൊന്തിച്ച പോലെ ഇവിടെ റൈറ്റ് ലെഗ് പൊന്തിക്കുക, ഹാൻഡ്സ് ഇങ്ങനെ വെക്കുക. സോ ഹാൻഡ്സ് ഇങ്ങനെ വരുമ്പോൾ നോക്കിയേ 1 2 3 4. 4ൽ ഹാൻഡ്സ് മുകളിൽ വെക്കണം. ഇത്രയും കിട്ടിയില്ലേ? സിമ്പിൾ. ഇനി ഏറ്റായി തുടങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. സോ ഏറ്റായി തുടങ്ങി 1 2 3 4. കാന്ത ഞാൻ വരാം തൃശ്ശൂർ പൂരം കാണാൻ. 2 3 4 1 2 3 4 1 2 1 2 3 1 2 3 1 2 3 4 1 2 1 2 3 4. കഴിഞ്ഞിട്ട് ഈ 4ൽ ഇത് ലെഫ്റ്റേക്ക് വരുന്ന 4ൽ ഇങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയിൽ പോയതാണ്. ശരിക്കും ഇങ്ങനെ പകരം കൈ ഇങ്ങനെ പിടിക്കണം. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കണം. കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുഴയണ സ്റ്റെപ്പാണ്. ഓക്കെ. സോ ഇപ്പൊ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് തുഴയ 1 2 3 4. അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് വന്ന് ഇത് കഴിഞ്ഞ് 1 2 3 4. ഇത്രയും കിട്ടിയില്ലേ? ഇനി ഈ 3 4 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോഡി നേരെ ആക്കുക. ബോഡി നേരെ ആക്കിയിട്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് ബാക്കോട്ടേക്ക് വരാം, എന്നിട്ട് നേരെ ആക്കുക. ലെഫ്റ്റ് ലെഗ് ബാക്കോട്ടേക്ക് പോവാം, നേരെ വരാം. ഹാൻഡ്സ് 1 2 3 4. സോ 1 2 3 4. ഇനി ഇത് കഴിഞ്ഞിട്ട് ഹാൻഡ് റൊട്ടേഷൻ, 2 ഹാൻഡ്സ് റൊട്ടേഷൻ ചെയ്യുക. 1 2 3 4. അതിൻ്റെ കൂടെ നമ്മുടെ സോങ്ങിലൊരു ബീറ്റ് ഉണ്ട്. ആ ബീറ്റിൽ പിടിക്കണം. അങ്ങനെ ആ ടൈമിങ് കറക്റ്റ് ആക്കി പിടിക്കണം. അതായത് നമ്മൾ ഇത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് 1 2 3 മാത്രമേ ഉണ്ടാവുള്ളൂ. 4ൽ ഈ ബീറ്റ് പിടിക്കണം. സോ 1 2 3 ടൈം. ഓക്കെ. ഇനി ഇത്ര കിട്ടിയില്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട്
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് റൈറ്റ് ലെഗ് പൊന്തിക്കുക, എന്നിട്ട് ജമ്പ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യണം. സോ ലൈക്ക് 1 കണ്ടോ, അതായത് 1. ഇനി റൈറ്റ് ലെഗ് ബാക്ക് നിലത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് പൊന്തിക്കുക, എന്നിട്ട് ബാക്കോട്ടേക്ക് ജമ്പ് ചെയ്യുക 2. സോ 1 2 സിമ്പിൾ അല്ലേ? സോ റെഡി 1 2 3 4 1 2. ഇനി സെയിം സംഭവം തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുക, ഈ ഡയറക്ഷനിൽ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുക. സോ 1 2. ലെഗ് എങ്ങനെയാണ്? ലെഗ് ഒന്നും പറയാം, റൈറ്റ് ലെഗ് പൊന്തിക്കണം, ജമ്പ് ചെയ്യണം ഫ്രണ്ടിലേക്ക് 1, ലെഫ്റ്റ് ലെഗ് പൊന്തിക്കുക, ബാക്കിലേക്ക് ജമ്പ് ചെയ്യുക. സെയിം റിപ്പീറ്റ് ഇവിടെ. ഓക്കെ, ഇനി ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ്സ് നമ്മൾ 1 2 3 4 2 കൊട്ട്, പിന്നെ ഇങ്ങനെ കൊട്ട്. ഓക്കെ, സോ ഇതങ്ങനെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ 1 2 3 4 സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ 3 4 കഴിഞ്ഞിട്ട് നേരെ വരണം. നേരെ വന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ലെഗ് മാത്രം നോക്കുകയാണെങ്കിൽ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, ലെഫ്റ്റ് ലെഗ് ബാക്കോട്ട് വെക്കുക, റൈറ്റ് ലെഗ് സൈഡിൽ വെക്കുക, ലെഫ്റ്റ് ലെഗ് കൊണ്ട് കിക്ക് ചെയ്യുക, നിലത്ത് വെക്കുക. ഇനി സെയിം റിപ്പീറ്റ് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, റൈറ്റ് ലെഗ് ബാക്കോട്ടേക്ക് പോവുക, ലെഫ്റ്റ് ലെഗ് ഒടിക്കുക വരാ, റൈറ്റ് കൊണ്ട് കിക്ക്. അപ്പം ഹാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8. ഓക്കെ, 1 2 3 4 5 6 7 8. ഇത് ലെഗിന്റെ കൂടെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8. സിമ്പിൾ അല്ലേ? ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ജമ്പ്, ലെഗ് ഇങ്ങനെ രണ്ടും ഇടർത്തി വെക്കുക, അതിൻ്റെ ഒപ്പം ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ്, ലൈക്ക് ദിസ് 1. ഓക്കെ, ലൈക്ക് 1. ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഞാൻ റൈറ്റിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ബാക്കോട്ട് കൊണ്ടുവരണം. സോ ഒരുമിച്ച് ചെയ്യുമ്പോൾ 1. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിലെത്തും, കഴിഞ്ഞിട്ട് 1. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക 1 2. ഹാൻഡ്സ് അപ്പോൾ 1 2. ഓക്കെ, സോ 1 2. ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു വര എന്ന് പറയുന്ന സാധനം, ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, നമ്മുടെ ഒരു റിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക 3. ഓക്കെ, അത് ട്വിസ്റ്റ് ഇങ്ങനെ വരാന്ന് കാണിക്കുക. ഈ റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ 1 ഇങ്ങനെ തിരിഞ്ഞിട്ട് റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുക. അപ്പോൾ ഹാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ട് 1, ഈ മുട്ട് ഇങ്ങനെ വെക്കണം 1. ഓക്കെ, സോ ഒന്നുകൂടി ചെയ്യാം. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് കൈ കൊട്ടി ഇവിടെ എത്തി 1 1 2 3 തിരിഞ്ഞ് 1, ഇവിടെ ഒരു മുട്ട്, പിന്നെ ഇവിടെ, അതായത് ഇവിടെ ഒരു മുട്ട് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ഇവിടെ ഒരു മുട്ട്. ലൈക്ക് ദിസ് 1 2 3. മനസ്സിലായില്ലേ? അതായത് 1 റൈറ്റ് കൊണ്ട് ലെഫ്റ്റ് കൊണ്ട് ഇവിടെ ഒരു മുട്ട്, തിരിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് പൊന്തിച്ചിട്ട് 1 2, ലെഫ്റ്റ് ലെഗ് പൊന്തിരിക്കും. സോ ഇതൊന്നും കൂടി ചെയ്യാം. ഇവിടെ 1 1 2 1. റൈറ്റ് ലെഗ് എടുത്ത് പ്ലേസ് ചെയ്തു, തിരിച്ച് ഇവിടെ മുട്ടിച്ചു, തിരിഞ്ഞ് റൈറ്റ് ഹാൻഡ് 2 പ്രാവശ്യം കറക്കി, ലെഫ്റ്റ് ഹാൻഡ് ലെഗും പൊന്തിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് 3 4. ഓക്കെ, 3 4. ഇത് കഴിഞ്ഞാൽ 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെയിം റിപ്പീറ്റ് ആണ്, ലെഗ് റിപ്പീറ്റ് ആണ്. ഇങ്ങനെ 1 2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഗ് പോകും. ഹാൻഡ്സ് 1 2, അത് സ്റ്റിഫായിട്ട് പിടിച്ചിട്ട് 1 2. ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വായയുടെ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് 1 ഇങ്ങനെ ചെയ്യണം, ലൈക്ക് 1. സോ ഇവിടുന്ന് 1 2 3
മനസ്സിലായില്ലേ? ലൈക്ക് 1 2 3 അതിങ്ങനെ ചെയ്ത് 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 നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കണം. സോ എങ്ങനെയായിരിക്കും? തിമിരയെ നിൽക്കുന്നു കൊട്ടണം കാന്ത, തിമിരയെ നിൽക്കുന്നു കൊട്ടണം കാന്ത, ഇങ്ങനെയൊക്കെ ഈ പൊസിഷൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഫ്രണ്ടിലേക്ക് വെക്കുക. 1 2 3 4 ഹാൻഡ് എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് അടിയിൽ കൊട്ട്, പിന്നെ കൈ ഇങ്ങനെ എടുത്ത് വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ, റൈറ്റ് ഹാൻഡ് ഇവിടെ വരും. സോ 1 2. 3 4 എന്ന് വെച്ചാൽ 3 4, അത് 3 4. അത് നമ്മൾ മറ്റേ കളിക്കില്ലേ, പണ്ട് കുഞ്ഞു പിള്ളേർ കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ലേ, സെയിം സാധനം. അത് നമ്മൾ തിരിച്ച് റൈറ്റിലേക്ക് പോകുമ്പോൾ, സോ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1 2 എന്നിട്ട് 3 4. ഇത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, നേരെ വരാം. അതായത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വരണം, ആ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഹാൻഡ്സ് 1 2 3 4. 3 4 എന്ന് പറയുന്നത് കൊട്ടണ പോലെ, വെട്ടണ പോലെ. 1 2 3 4. ലെഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ലെഗ് ജമ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരണം. സോ 1 2, അണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ലെഗ് 3 4. ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. റെഡി? 1 2 3 4. 1 2 3 4. 1 1 2 3 4. തിമിരയെ നിൽക്കുന്നു കൊട്ടണം കാന്ത, തിമിരയെ നിൽക്കുന്നു കൊട്ടണം കാന്ത. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഹാൻഡ്സ് ഇങ്ങനെ വയ്ക്കുക, ലെഫ്റ്റിൽ ഡയഗണലിലേക്ക് പ്ലേസ് ചെയ്യുക. 1 2 1 2 3 4. 1 2 3 4. 1 2 3 4. ഇനി റൊട്ടേഷൻ, ലെഫ്റ്റിലേക്ക് റൊട്ടേഷൻ ചെയ്യണം. അതിൻ്റെ ഒപ്പം ഹാൻഡ്സ് ഇങ്ങനെ കൊണ്ടുവരണം. സോ 1. ഓക്കെ, കിട്ടിയോ? ഇങ്ങോട്ട് ചെയ്യാം. ഇവിടെ തുടങ്ങി. റെഡി? 1 2 3 4. 1 2 3 4. 1. ഈ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ജമ്പാണ്. ജമ്പ് എന്ന് പറയുമ്പോൾ ഹാൻഡ് മുകളിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് അടിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ജമ്പ് ചെയ്യുമ്പോൾ ലെഗ് എങ്ങനെയാന്ന് വെച്ചാൽ, ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യുന്നത് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വരണം. അപ്പോൾ 1 2. ഈ കൈ റൈറ്റ് ഹാൻഡ് ഇവിടെ ഇങ്ങനെ പിടിക്കണം. സോ 1 2. ഓക്കെ, ഇനി ഒരു ബീറ്റ് ഉണ്ട്. ബീറ്റിനനുസരിച്ച് നമ്മൾ റൈറ്റ് ലെഗ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. അതിനൊപ്പം നമ്മുടെ ബോഡി പതുക്കെ 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 മുകളിലേക്ക് തുറന്നാം. സോ 1 2 3 4. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ബീറ്റ് ഉണ്ട്. ഈ ബീറ്റിൽ ഹാൻഡ്സ് ഇങ്ങനെ വരും. 1 ലെഗ്, റൈറ്റ് ലെഗ് ഇവിടേക്ക് വരും. അതായത് ഇത് കഴിഞ്ഞാൽ റൈറ്റ് ലെഗ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഒരു ജമ്പാണ്, ഇതിങ്ങനെ ജമ്പ് ചെയ്യണം. ഓക്കെ, ജമ്പിന്റെ ഒപ്പം റൈറ്റ് ലെഗ് ഇവിടെ വരും, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ. ഹാൻഡ്സ് വിൽ ബി സ്ട്രൈറ്റ്. ഓക്കെ, സോ 1 2 3 1. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ്. 1 2 3. പക്ഷെ വലിക്കുന്നത് ഉള്ളിലേക്ക് വലിക്കണം. അതായത് 1 2 3 4. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങിയ? ജമ്പ് ചെയ്തു, 1 2 3 ചെയ്തു, 1 1 2 3 4 ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലേക്ക് എടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, ആ സംഭവമാണ്, ആ ഒരു ലിറിക്സ് ആണ്. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ലെഗും ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ പിടിക്കുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വേവ് ചെയ്യുക. ഓക്കെ, സോ 1. എന്നിട്ട് ഈ റൈറ്റ് ലെഗ് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, സോ 1 2. കിട്ടിയോ? അപ്പൊ റെഡി? 1 2 3. പലത് ഏത് കഴിയുമ്പോഴാ? ഇത് കഴിഞ്ഞിട്ട് 1 2 3 4. അത് പാട്ടിനായിരിക്കും. കാന്ത ഞാനും വരാ തൃശ്ശൂർ. ഈ സാധനം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് 1
2 ഇങ്ങനെ വരണം. എന്നിട്ട് ഇനി ലെഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റെപ്പ് റൈറ്റ്, ബാക്കിൽ, ഫ്രണ്ടിൽ, നേരെ. അതാണ് അത് 1 2 3 4. ഹാൻഡ്സ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതായത് ഹാൻഡ്സ് ഇങ്ങനെ 1 2 3 4 ലെഗിന്റെ ഒപ്പം 1 2 3 4. ഓക്കെ, ഇവിടെ തുടങ്ങി കാന്ത ഞാനും വരാ തൃശൂർ. എന്നിട്ട് ഈ റൈറ്റ് ലെഗ് ഇവിടെ എടുത്ത് ഇങ്ങനെ വെക്കണം, അല്ലെ ഹാൻഡ്സ് ചുരുക്കണം, അതിങ്ങനെ ചുരുക്കണം. എന്നിട്ട് ഇവിടുന്ന് 2 ഹാൻഡ്സിനും വിടർത്തണം. സോ ഇത് കഴിഞ്ഞാൽ 1 2 3 4 5. ഓക്കെ, റെഡി? 1 2 3 4 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ ആണ്. ലെഫ്റ്റ് ലെഗ് ജമ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ബാക്കോട്ട് കൊണ്ടുവരിക 1. അതിനൊപ്പം ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഹെഡിന്റെ ബാക്കിൽ, നമ്മുടെ തലയുടെ ബാക്കിൽ ലെഫ്റ്റ് ഹാൻഡ് വയ്ക്കുക, റൈറ്റ് ഹാൻഡ് നമ്മൾ ലെഗ് ടച്ച് ചെയ്യണ പോലെ കാണിക്കുക. സോ 1. അതായത് ഇത് കഴിഞ്ഞാൽ 1, പിന്നെ അടുത്ത പൊസിഷൻ 2, 2 ഹാൻഡ്സ് ഇവിടെ നിലത്ത് ലെഗിനെ വയ്ക്കാം 3. സോ 3 ബീറ്റ് ആണ് അത്, ടങ് ടങ് ടങ്. അപ്പോൾ 1 2 3. ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും ആദ്യത്തെ റിപ്പീറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് കിക്ക് റൊട്ടേഷൻ എന്നുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങും. അത് 1 2 1 2 3 4 1 2 1 2 3 4 1 2 3 4. കഴിഞ്ഞിട്ട് 1 2 3 ഒരു റൊട്ടേഷൻ ചെയ്യുക. അത് എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്പാണ്, റൊട്ടേഷൻ വരും. അത് ജസ്റ്റ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ എൻഡ് ചെയ്യാത്. ഓക്കെ, ഇത്രയാണ് എല്ലാ സ്റ്റെപ്സും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഫ്രം ദ സ്റ്റാർട്ടിങ് ഏറ്റവും ആദ്യം തുടങ്ങി നമ്മൾ ജസ്റ്റ് ഒരു സ്ലോ ആയിട്ട് മൊത്തം സ്റ്റെപ്പ് നോക്കാം ഇതിന്. ഓക്കെ, സപ്പോസ് നമ്മൾ ഫേസ് ചെയ്തേക്കുക, റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഫ്രം ദ ബിഗിനിങ്, 1 2 3 4. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. 1 2 3 4 1 1 1 2 3 1 2 1 2 3 4 1 2 1 2 3 4 1 2 3 4 5 6 7 8. ഈ പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൊട്ടണം കാന്ത, പൂരമെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിരയെനിക്കൊന്നു കാണണം കാന്ത, തിമിരയെനിക്കൊന്നു കാണണം കാന്ത, തിമിരയെനിക്കൊന്നു കൊട്ടണം കാന്ത, തിമിരയെനിക്കൊന്നു കൊട്ടണം കാന്ത, കാന്ത ഞാനും വരാ തൃശൂർ പൂരം. 1 2 3. കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ. That's it. സോ ആക്ച്വലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ അല്ല, പക്ഷെ ചിലപ്പോൾ ഞാൻ ചെയ്യണ പോലെ മുദ്രകൾ അതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ജസ്റ്റ് നിങ്ങളൊരു ബേസിക് ലെവലായിട്ട് എടുത്താൽ മതി. ക്ലീൻ ആയിട്ട് നിങ്ങൾ ക്ലാസിക്കൽ ഡാൻസേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുറച്ചും കൂടി മുദ്രയൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും കറക്റ്റായിട്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് ബേസിക് ലെവൽ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ കാണാം. ബൈ.